എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റംസാൻ ആഘോഷവേളയിൽ നമ്മോടൊപ്പം അതിഥിയായി കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റും കാഞ്ഞങ്ങാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യവുമായ ജനാബ് മെട്രോ മുഹമ്മദ് ഹാജിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യനാണ് ശ്രീ മെട്രോ മുഹമ്മദ് ഹാജി. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ശൃംഖല കേരളത്തിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും മുംബൈയിലുമൊക്കെ നിരന്തരം സന്ദർശനം നടത്തുന്ന അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ, റംസാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ. കാരണം പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവുമുള്ള സംയുക്ത ജമാഅത്തിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒട്ടനവധി ഉപദേശ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകാറുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് ഏറെ വിലപ്പെട്ടതാണ്. ഒരുപാട് അനുഭവങ്ങൾ, മറ്റ് നാടുകളിലെ റംസാൻ ആഘോഷത്തിൻ്റെ പ്രത്യേകതകൾ, ഇതേക്കുറിച്ചൊക്കെയുള്ള അറിവുകളാണ് നമ്മൾ മെട്രോ മുഹമ്മദ് ഹാജിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിഥിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ, കാരണം നാട്ടിലെ റംസാൻ ആഘോഷങ്ങൾ നമ്മളെല്ലാവരും കാണുന്നു. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി ഒരുപക്ഷെ താങ്കൾ ഒട്ടേറെ യാത്രകൾ നടത്തിയിട്ടുള്ള ആൾ, പ്രത്യേകിച്ച് റംസാൻ ആഘോഷങ്ങളിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇവിടെയുള്ളതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഏതാണ് കൂടുതൽ വളരെ മനോഹരമായിട്ട് മനസ്സിൽ തട്ടുന്നതായി തോന്നിയത്? എവിടെയുള്ള ഒരു ആഘോഷമാണ്? റംസാൻ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഏകദേശം 10-12 കൊല്ലത്തോളമായി എൻ്റെ ഓർമ്മയിൽ. അതായത് ഏറ്റവും അതിനു മുമ്പിൽ 10-30 കൊല്ലമായി ഈ നാടും ഗൾഫ് രാജ്യവും ഇന്ത്യ രാജ്യത്തെല്ലാം പോയി വരാറും സൗദിയെല്ലാം പോയി വരാറുണ്ട്. ഏറ്റവും മനസ്സിൽ സമാധാനം കിട്ടുന്ന ഈ റംസാൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ്. അതായത് അവിടെ പരിശുദ്ധ ഈ ഉംറയ്ക്കും പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുപോലെയാണ് അവിടെയുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എത്ര ഒന്നരായാലും സൈക്കായാലും അതിനുള്ള ഒന്നിനും കഴിവില്ലാത്തവനും ഒത്തൊരുമിച്ചാണ് അവിടെ ഒത്തുകൂടുന്നത്. അവിടെ മക്ക ഇവിടെ സിയാറത്ത് ചെയ്യാൻ ഉംറയ്ക്ക് വേണ്ടിയിട്ട് കഅബാലത്തിൽ ഒത്തൊരുമിച്ച് കൂടിയിട്ട് ആണ് അവിടെ ഇരിക്കാറ്. എന്ന് പറഞ്ഞാൽ അവിടെ സന്ധ്യ ആയി കഴിഞ്ഞാൽ റംസാൻ മാസത്തിൽ എല്ലാവരും സൈക്കായാലും അറബി ആയാലും ഏറ്റവും ഉന്നതരായാലും ചെറുപ്പം ഒറ്റ ഒരു പാത്രത്തിൽ ഇരുന്ന് ഒരു പാത്രം 10-15 അങ്ങനെ നിരന്ന് ഒത്തൊരുമിച്ച് നിന്ന് അവിടെ ഭക്ഷണം ബിരിയാണി ആയാലും അതുപോലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഏത് ഐറ്റമായാലും ഒത്തൊരുമിച്ചിരുന്നിട്ടാണ് അവിടെ കഴിക്കാറുള്ളത്. അതാണ് ഏറ്റവും മനസ്സിൽ സമാധാനം. അവിടെ ചെറിയവനൊന്നോ വലിയവനൊന്നോ ഒരു വ്യത്യാസമില്ല. അതുമാതിരി തന്നെ ഇത് പല സ്ഥലത്തും അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന് പ്രസക്തിയുള്ളത് ഓർമ്മയാണെങ്കിൽ ബോംബെയിൽ ആണ്, മഹാരാഷ്ട്ര ബോംബെയിൽ. അവിടെ എല്ലാതരം ഉൽപ്പന്നങ്ങളും ഓരോരോ മുക്കിലും മൂലയിലും എല്ലാം റംസാൻ പ്രത്യേകിച്ചിട്ട് മഹാരാഷ്ട്രയിലായിരുന്നാലും ബോംബെയിലായിരുന്നാലും ഹിന്ദു മുസ്ലിം മറ്റുള്ള മതക്കാരും ഒത്തൊരുമിച്ച് ഇല്ലാതെ ഒത്തൊരുമിച്ച് അവിടെ ഏത് ജാതിയോ മതമോ എന്നുള്ള ഒരു പ്രസക്തി ഇല്ല. അവിടെ ഒത്തൊരുമിച്ച് ആ ഭക്ഷണം കഴിച്ച് എല്ലാം കൂട്ടായി ഇരുന്ന് പോകാറാണ് ഉള്ളത്. അപ്പം എനിക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗദി കഴിച്ചാൽ കാണുന്നത് ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യത്ത് അതേമാതിരിയായിരുന്നു. വൈകുന്നേരം എന്നാൽ ഇപ്പോൾ ഞങ്ങൾ തന്നെ പല ആൾക്കാരും അവിടെ ഈ അലിസ എന്നൊരു ഐറ്റം ഉണ്ട്. അവിടെ മിക്കവാറും ഇവിടെ കിട്ടാൻ കുറവാണത് ഉണ്ട്. അവിടെ വൈകുന്നേരം ഈ മുതുമന ആട്ടിന് ഇട്ട് വെച്ച് അവിടുന്ന് അതിന് ക്യൂ ആണ് അറിവുകൾ നാട്ടിൽ. അത് വൈകുന്നേരം ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാലും ഇതേമാതിരിയാണ് കൂട്ടായ്മ. പള്ളിയിൽ പോയാലും എത്ര ഉന്നതരായ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നും വ്യത്യാസമില്ലാതെ അവിടെ ഒത്തൊരുമിച്ച് അവിടെ ആ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രത്യേകതയാണ്. 10-30 കൊല്ലത്തെ അനുഭവം വെച്ച് പറയുകയാണ്. ഇത് വിട്ടാൽ പിന്നെ കേരളത്തിൽ ഇവിടെ പിന്നെ ഇഫ്താർ സംഗമമാണ് ഈ നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ള ഇഫ്താർ. പക്ഷേ നമുക്കറിയാം, ഇഫ്താർ സംഗമങ്ങൾ നമുക്ക് ഏറ്റവും അധികം ഒരു മൈത്രിയുടെ സന്ദേശമല്ലേ നൽകുന്നത് ഇഫ്താർ സംഗമങ്ങൾ. കാരണം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഇഫ്താർ സംഗമങ്ങൾ വർദ്ധിക്കുകയാണ്. മുമ്പൊക്കെ ഒരു സമുദായത്തിൻ്റെ മാത്രം ഒരു നോമ്പാചരണം, ഇപ്പോൾ നോമ്പെടുക്കുന്നത് പോലും മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർ പോലും നോമ്പെടുക്കുന്ന ഒരു അവസ്ഥ. കാരണം അത് ഒരു എല്ലാം കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒരു പരിശുദ്ധി വരുന്നു എന്നുള്ളൊരു പ്രതീതി. തീർച്ചയായും അങ്ങനെ ഒരു സന്ദേശം കൂടി നൽകുന്നു. ഏറ്റവും അത് ആ മാതൃക നല്ലതാണ്. ഇവന്ന് പറഞ്ഞാൽ കുറേ കാലത്തിൻ്റെ ഇപ്പുറം ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് വന്നതിന് ശേഷത്തോളം പല ഈ ഇന്നത്തെ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ന് ഭീകരമായും തീവ്രമായും വിശ്വസിക്കുന്ന ആളെ അകറ്റാനുള്ള ഒരു വഴിയാണ് സംയുക്ത ജമാഅത്ത് ഞങ്ങൾ കണ്ടെടുത്തത്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ 10-12 കൊല്ലമായി ഏകദേശം ആ തീവ്രവാദമോ അതല്ലെങ്കിൽ മറ്റുള്ളൊരു മതമൈത്രി കോടന്നിട്ടുന്ന യാതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതാണ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ കൂടുതലായി നമ്മുടെ റംസാനും ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. ആ ഇഫ്താർ സംഘടിക്കുമ്പോൾ അതിൽ കൂട്ടമായിട്ടും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇരുത്തി ഒരു പാത്രത്തിൽ നിന്ന് ഒരു സ്റ്റേജിലിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂട്ടായിരുന്ന് അവിടെ മുസ്ലിങ്ങളിൽ നിന്ന് വേറെ അല്ലെങ്കിൽ വേറെ
ഇത് വിവാദത്തിന് വേറെ എത്തുന്നില്ല, ഒറ്റ കൂട്ടായി നിന്ന് അത് ഏറ്റവും മതസൗഹാർദ്ദത്തിനുള്ള ഒരു സന്ദേശമാണ്, ഒരു സംശയമില്ല. അത് എല്ലാ നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ കാഞ്ഞങ്ങാട് സംഘം മുൻകൈയെടുത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, പല ഇവിടെയും മതമൈത്രി കോട്ട നീട്ടുമ്പോൾ ഈ സംഘ ജമാഅത്ത് ഇടപെട്ട് അതിന് വേണ്ടുന്ന തരത്തിൽ അതിന് അപ്പോൾ തന്നെ കൈകാര്യം ചെയ്താണ് എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമിച്ച് ഇരിക്കുന്നത്. അതുമായി ഇഫ്താർ സംഗമത്തിൽ അവരവരുടെ ആദർശം പറയുന്നു, അവരവരുടെ മതം ഒത്തൊരുമിച്ച് ഇരിക്കുന്നു, മതമൈത്രിക്ക് ഒരാക്കം കൂട്ടുന്നു. തീവ്രമായും ഭീകരമായും മനസ്സിലിരുന്നവരെ അത് അകറ്റി മാറ്റാനുള്ള ഒരു വഴിയാണ് റംസാൻ മാസം. കാരണം ഇവിടത്തിൽ ഇരുന്ന് കൊണ്ട് ഇനി നമ്മൾക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കൂടാന്നുള്ള ഒരു മനസ്സുമാറ്റത്തിൻ്റെ വഴിയാണിത്. അതിന് ഏറ്റവും മാതൃകയായത് നമ്മുടെ മർഹൂം പണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവരുടെ പിന്തുടർന്ന് ആണ് എല്ലാവരും കേരളത്തിൽ കൊണ്ടാടുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ റംസാൻ റിലീഫിൻ്റെ ഭാഗമായി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നു. പാവപ്പെട്ടവർക്ക് സംബന്ധിച്ച് ഒരുപാട് ഭക്ഷണ സാധനങ്ങളായാലും പണമായാലും ആ രീതിയിൽ സക്കാത്ത് നൽകുന്നു. തീർച്ചയായും ഇതിൻ്റെ ഒരു ഏകോപനം അത് സംയുക്ത ജമാഅത്ത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇപ്പോൾ തന്നെ പല വിഭിന്ന തലങ്ങളിൽ പല തലങ്ങളിലാണ് പല സംഘടനകളും പല രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. അതൊരുപക്ഷെ സംയുക്ത ജമാഅത്ത് കരുതുകയാണെങ്കിൽ ഏത് രീതിയിൽ അത് ഏകോപിപ്പിക്കാൻ, ഈ റിലീഫ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കുമോ? സംയുക്ത ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സകാത്ത് എന്ന് പറയുന്നില്ല, അവനവനക്ക് അർഹതപ്പെട്ട അവൻ്റെ അവകാശത്തിൽപ്പെട്ട ഞങ്ങൾ ഗ്രന്ഥത്തിൽ പറയുന്നത് 1,00,000, അതായത് 2.5%. ആ 2% എന്ന് പറയുമ്പോൾ അവന് വേണ്ടി കഴിവുള്ള കുടുംബങ്ങൾക്ക് അപ്പുറം, കുടുംബങ്ങൾക്കാണ് കൂടുതൽ കഴിവില്ലാത്ത കുടുംബത്തിൽ കൊടുത്തതിന് അപ്പുറം ഏത് സമുദായമെന്നോ മറ്റേ ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംയുക്തമായിട്ട് അത് ആ കൈകാര്യത്തെ ഏറ്റെടുക്കുമ്പോൾ വളരെ പ്രയാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ അടുത്ത ബന്ധു വീട്ടുകാരന് അതിനെ ഏകോപിക്കാൻ പറ്റുമല്ലോ. സംയുക്തമായിട്ട് നടത്താൻ പോകുന്നത് ഇവിടെ ഏറ്റവും കഴിവില്ലാത്ത ആളെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇതും ചെയ്തു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പിൽ ഇതുമാതിരിയുള്ള നബിദിനാഘോഷ പരിപാടിയിൽ അവിടെ ഈ മുസ്ലിം വിഭാഗത്തെ കുട്ടികൾക്ക് ധനസഹായം ചെയ്തിട്ടുണ്ട്, അതുമാതിരി ഹിന്ദു മുസ്ലിം ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം എല്ലാം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അറിയാം, പാണക്കാട് തങ്ങളുടെ മംഗലനിധി എന്ന സംവിധാനത്തിൽ ഇപ്പോൾ എല്ലായിടത്തും അത് പെൻഷൻ പരിപാടി അതിൽ എല്ലാ സ്ഥലത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലാതെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് നമ്മുടെ സമുദായത്തിൽ അടുത്തൊരു വീട്ടുകാരൻ ഞാൻ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിൻ്റെ യാതൊരു അടുത്തൊരു വീട്ടുകാരൻ പട്ടിണി കിടക്കുമ്പോൾ അത് അടുത്ത മുസൽമാനോ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി നോക്കി നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ മതത്തിൽ അനുവദനീയമല്ല. അവൻ്റെ പഴിപ്പടയ്ക്ക് നമ്മൾ വിശപ്പടക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അത് ഇപ്പോൾ അടുത്തതായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംയുക്ത ജമാഅത്തിൻ്റെ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. എവിടെയായിരുന്നാലും നമ്മൾ ജാതിയോ മതമോ ഒരു പ്രശ്നമല്ല. അതിന് സംയുക്ത ജമാഅത്ത് ശക്തമായ താക്കീതോടുകൂടി എല്ലാവരും നമ്മൾ ഒന്നാണ്. ഒരു മതത്തിൻ്റെ പേര് മാത്രമേ പേരിന് മാറ്റമേ വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രശ്നമില്ല. അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കാണണം. അതാണ് സംയുക്ത ജമാഅത്തിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെയും തീരുമാനം. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ പുതുതലമുറ ഒരുപക്ഷെ ഏറ്റവും നമുക്ക് ആഹ്ലാദം പകരുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തരം ആചാരങ്ങൾ സ്വാഭാവികമായും പലപ്പോഴും അകന്നു നിൽക്കാറാണ് പതിവ്. പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ, പുതിയ തലമുറ ഇത്തരം ആചാരങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ നല്ല വശങ്ങൾ അവർ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ഈ തലത്തിൽ ഏത് രീതിയിൽ പുതുതലമുറയുടെ ഇത്തരം ആചാരങ്ങളോടുള്ള അവരുടെ അദമ്യമായൊരു അടുപ്പത്തെ ഏത് രീതിയിൽ കാണുന്നു? കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൽപ്പെട്ടിടത്തോളം ഞാൻ പറയാനുള്ളത് അതിനപ്പുറം എത്രയോ പലതും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് വന്നതിന് ശേഷം ഇവിടെ മുൻകാലങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് കുലുമാലും അതുമാതിരി വഴി തടസ്സങ്ങളും മോട്ടോർ സൈക്കിൾ റേസും അതുമാതിരിയുള്ള പരിപാടി ഉണ്ടായിരുന്നു. എത്രത്തോളം കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ സംയുക്ത ജമാഅത്ത് ഇടപെട്ട് അനാചാര പ്രവർത്തനത്തിനും ഇതുമാതിരിയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല ശക്തമായി സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈദ് പരിപാടിയിലല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ അടുത്തായിട്ട് ഇവിടെ മോട്ടോർ സൈക്കിൾ റേസ് നടക്കുന്നില്ല, ജാഥ നടക്കുന്നില്ല, ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന പ്രശ്നമില്ല. അതാണ് ഇന്ന് ആ തലമുറ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ പ്രവർത്തനവും അതിൻ്റെ സർക്കുലറും അതിൻ്റെ നേതാക്കന്മാരെയും കാലിയുടെ തീരുമാനം അശ്രാദ്ധത്തിൽ എല്ലാ മഹല്ലി ജമാഅത്തുകളിലും യുവാക്കൾ പ്രത്യേകിച്ചിട്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും പ്രസക്തി ഇല്ല. അല്ലെങ്കിൽ മറ്റുള്ള
സംഘടനകൾക്കും ഒരു പ്രസക്തിയുമില്ല എന്ന് ധാരണ ജനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഇവിടെ പലതും സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഖ്യ ചുക്കാൻ പിടിക്കുന്നത് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്താണ്, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ അതിനെ ഇന്നും നമ്മുടെ കാഞ്ഞങ്ങാടിയിലും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ചെറുപ്പക്കാരായ പല സംഘടന ഉണ്ടാക്കി സൗഹാർദ്ദ അതുമാതിരിയുള്ള ക്ലബ്ബുകൾ, ഗ്രീൻ സ്റ്റാർ, അതുപോലുള്ള മുസ്ലിം ഉണ്ടാക്കി എല്ലാ സമുദായത്തിലും പെട്ട് ഇഫ്താർ സംഘടിപ്പിച്ച് അതിന് വേണ്ടുന്ന തരത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് തീർന്ന് അവിടെ ഇരിക്കുന്ന ടൈമിൽ അവിടെ പരസ്പരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം നിലനിർത്താൻ കഴിയുന്നു. ഒറ്റ പാത്രത്തിൽ ഇരിക്കുന്നു, ഒരു സ്റ്റേജിൽ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു, ഒറ്റക്കെട്ടായി അത് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നു. അടുത്തായി പിന്നെ ഒരു കാരണം അതിലുണ്ട്. ഒരു പാത്രത്തിൽ ഇരുന്നാണ് എല്ലാവരും കഴിക്കുന്നത്. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എല്ലാവരും ഉണ്ട്. ആ കഴിച്ചത് കൊണ്ട് പിറ്റേന്ന് അവൻ്റെ മുഖത്ത് നോക്കി അവൻ എന്താണ് ആ സൗഹൃദം ആ ഭക്ഷണം കഴിച്ച സൗഹൃദം എന്നും നിലനിൽക്കും. കാരണം അത് അടിക്കാനോ കൊല്ലാനോ ഉള്ള ഒരു സംവിധാനം മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം അതിനോട് കൂടി അകന്നു പോകുകയാണ്. തീർച്ചയായും വിശ്വാസങ്ങൾ നമുക്ക് സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. ഏത് മതമായാലും മതവിശ്വാസങ്ങൾ ഒരു മതവും മറ്റു മതസ്ഥരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ ആഹ്വാനം ചെയ്യുന്നില്ല. എല്ലാവരും സ്നേഹം തന്നെയാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായും റംസാൻ പോലുള്ള ആഘോഷങ്ങൾ, അതോടൊപ്പമുള്ള ചടങ്ങുകൾ, അതൊക്കെ ഈ സ്നേഹം വളർത്താൻ സഹായകമാകുന്നില്ലേ? അല്ലേ, നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു മതവിശ്വാസി ഒരു കാലത്തും ഒരു കുഴപ്പത്തിന് മുതിരുകയില്ല. ഒരു ദൈവത്തിൻ്റെ വിശ്വാസി, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മതവിശ്വാസിക്ക് അത് സാധ്യമല്ല. മതത്തിൽ ഇല്ലാണ്ട് ഇത് എന്തോ കാരണത്താൽ ചുറ്റിക്കാശിന് വേണ്ടി ഇന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, പല അന്നത്തെ എന്തെങ്കിലും ചിലവിന് കൊടുത്താൽ എന്തും ചെയ്യാൻ പഠിക്കുന്ന ചില ആൾക്കാർ ഉണ്ട്. ഒന്നല്ലാണ്ട് സമൂഹത്തിൽ വില കൽപ്പിക്കുന്നില്ല. അത് ഇപ്പോൾ ആ നിലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നില്ലാണ്ട് ഒരു മതവിശ്വാസിക്കും ഒരു മതവിശ്വാസം ഒന്നും ഈ കാലത്ത് ഇന്നത്തെ ചുറ്റുപാടിൽ ചെയ്യാൻ മനസ്സ് തോന്നിയില്ല. അതിനാണ് ഈ പ്രത്യേക ഇതുപോലുള്ള സംഗമം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് സമിതി മതത്തിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാ കൊല്ലവും ഇവിടെ സെമിനാർ സംഘടിപ്പിക്കുന്നു, മതമൈത്രിക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു. അതിലെല്ലാം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജാതി ഒരു മതം തിരിച്ചറിയാനുള്ളതാണ്. ജനങ്ങൾ പേര് തിരിച്ചറിയാനുള്ളതാണ്. മനുഷ്യന്മാരുടെ ചോരെല്ലാം ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. അതാണ് ഉൾക്കൊള്ളുകൊണ്ട് ഇന്നത്തെ അത് മാറ്റം വന്ന് ചെറുപ്പക്കാരെ അത് ഉൾക്കൊണ്ട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കാരണം നമ്മൾ മുംബൈയിലെ അനുഭവങ്ങൾ, മുംബൈയിലെ നമ്മൾ പറഞ്ഞു ഇഫ്താർ സംഗമങ്ങളിലും എല്ലാ മതസ്ഥരുടെയും കൂട്ടായ പങ്കാളിത്തം. മുംബൈ പോലുള്ള പ്രദേശം ഒരുപക്ഷെ നമുക്കറിയാം, മുംബൈയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കലാപങ്ങൾ ഉണ്ടായ പ്രദേശമാണ്. അതുപോലെ വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ്. പക്ഷേ എല്ലാം മറന്ന് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് സാധിക്കുന്നു. തീർച്ചയായും ഒരു വ്യവസായിയുടെ കാഴ്ചപ്പാടിൽ അത് മുംബൈയിലെ വ്യവസായ സമൂഹത്തിന് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? മുംബൈയിൽ പറയുന്നത് ശിവസേനയും ബാൽ ഠാക്കറെ വർഗീയവാദിയാണ്. ഞാൻ ഒരു കാലത്തും ബാൽ ഠാക്കറെ വർഗീയവാദി എന്ന് കരുതുന്നില്ല. കാരണം അദ്ദേഹത്തോട് ഞാൻ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം നമ്മുടെ ഒരു ജമാഅത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ വേണ്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഉള്ള സ്ഥലം പൂർണ്ണമായും ഫ്രീ ആയും കരണ്ടും വെള്ളവും എല്ലാം തന്ന് അദ്ദേഹം വളരെ ആശീർവദിച്ച ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ 93-ൽ അന്നത്തെ ബാബരി മസ്ജിദ് തകർത്ത സമയത്തിൽ അവിടെ കലാപമുണ്ടായപ്പോൾ അവിടെ ഞാനും ആ ബോംബെ ടൗണിലും മറ്റുമായിട്ട് വളരെയധികം ബന്ധമുള്ള സ്ഥലമാണ്. അവിടെ മതവിശ്വാസ എനിക്കും ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു സ്ഥാപനം. അത് ഒന്നും തൊട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസിയായി അടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ മാതിരിയാണ്. ജാതി തമ്മാടികളത് ചെയ്യുന്നവേ ഉള്ളൂ. കാരണം അവിടുത്തെ ആ നിലയിൽ ആ സമൂഹത്തിൽ ഞാനും അവിടെ തന്നെ താമസിച്ചിട്ടുണ്ടായ ഒരാളാണ്. അനുഭവം കാണുന്ന ഒന്നുമില്ല. അതുമാതിരി എത്രയോ മുസൽമാൻ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ മുംബൈയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്, അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അങ്ങനെ ഒരു പുറത്തുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അവിടെ തന്നെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ പലപ്പോഴും യഥാർത്ഥ വസ്തുതകൾ നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. മുംബൈയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറഞ്ഞത്. 93-ന് ശേഷം മുമ്പിൽ പലതും ഉണ്ടായിട്ട് 93-ന് ശേഷം ഒരു ചില അസ്വസ്ഥങ്ങളുണ്ടായിരുന്നു ബാബരി മസ്ജിദിനെ സംബന്ധിച്ച്. അവിടെ പിന്നീട് ഒരു വർഗീയപരമായ ഒന്നുമില്ല. കാരണം ഞാൻ ബോംബെ കേരള ജമാഅത്തിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ബോംബെ കേരള മുസ്ലിം വെൽഫെയർ ലീഗിൻ്റെ ബോംബെൻ്റെ പ്രസിഡൻ്റാണ്. കാരണം അവിടെ ഒരു സംഘടന തന്നെ ഉണ്ട്, ബോംബെ കേരള ജമാഅത്ത് എന്നാണ്. കേരളത്തിൽ മൊത്തം ജമാഅത്തിൽ എല്ലാവരെയും ക്ഷണിച്ച് ഇതുവരെ നോമ്പ് തുറക്ക് വിളിക്കും, അല്ല പല പരിപാടിക്ക് വന്നിരിക്കും. അതുമാതിരിയുള്ള അവിടെ അവിടെ യോഗത്തിലേക്ക് ഞാൻ പല സംഘടനകൾ, മലയാളി സംഘടനയുണ്ട്,
എല്ലാ യോഗത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അവിടെ ഒന്നുമില്ല, നന്നായിട്ട് പോകുന്ന ആൾക്ക് ഇപ്പോൾ ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടാകും, ഒരു സംഘടന പോകാതാക്കി ഇവിടെ ജീവിക്കാനും വിഷമമൊന്നുമില്ലല്ലോ. അതുമാതിരി അവിടെ തന്നെ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ തീവ്രമായും ഭീകരമായും സാമൂഹിക ദ്രോഹികളാണ് 5% ഇവിടെ ഉണ്ടാകുന്നത്. അവരെ ഇന്ന് മഹാരാഷ്ട്ര തുടച്ച് മാറ്റി അവിടെ സൗഹാർദ്ദപരമായും എല്ലാം നന്നായി ആ പഴയ നിലയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമുള്ളൂ. ആർക്കും ഒരു ഭയമില്ലാതെ ആണ് ബോംബെയിൽ. ഇപ്പോൾ തന്നെ ചില സാമൂഹിക ദ്രോഹികൾ പുറത്ത് വന്ന് 1-2 പ്രാവശ്യം ബോംബ് ഇതെല്ലാം വെച്ച് അത് എവിടെയാണ് വെക്കുന്നത്, ആരാണത് നശിക്കുന്നത്? അവൻ്റെ അമ്മയാവാം, അവൻ്റെ അച്ഛനാവാം ആ ബോംബിങ്ങിൽ തകരുന്നത്. അപ്പം മനുഷ്യബോധമുള്ള ഒരുത്തന് അത് ചെയ്യാൻ പറ്റൂല. മതപരമായി വിശ്വസിക്കുന്നോ മതപരമായ ആചാരങ്ങൾ കൊണ്ടാടുന്നോ അല്ലെങ്കിൽ കൊടും ഭീകരനായ ആൾ അത് അവിടെ വെച്ച് നശിപ്പിക്കുന്നത് ആരാണ്, ഏത് കുടുംബത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നോ ഒരു ബോധവുമില്ലാതെ ഇതെല്ലാം ഒറ്റ വിഭാഗത്തിൽ കഴിഞ്ഞ് പിറ്റേന്ന് ആലോചിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്തതെന്ന്. അതിനാണ് ദൈവം കൊടുക്കുന്ന ആ ശിക്ഷ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. കാരണം ഒരു സംഘടനയ്ക്കപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ റംസാൻ വ്രതാനുഷ്ഠാനം മനസ്സിന് ശരീരത്തിന് പകരുന്ന ഒരു ഉന്മേഷത്തെക്കുറിച്ച് അത് താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന്, കാരണം താങ്കൾ വളരെ കാലമായി ഈ റംസാൻ വ്രതാനുഷ്ഠാനം തുടർച്ചയായി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളം മനസ്സിന് ഈ മാസം ഉന്മേഷം പകരുന്നു, ശരീരത്തിന് എത്രത്തോളം ഉന്മേഷം പകരുന്നു? റംസാനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഒരു വൈദ്യശാസ്ത്രം തന്നെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു റംസാൻ തടിക്ക് അവൻ്റെ സൂക്കേട്, കൊളസ്ട്രോള് അതുമാതിരിയുള്ള പല അസുഖങ്ങളും മാറുന്നു, നല്ല ഉന്മേഷം കിട്ടുന്നു. അതുമാത്രമല്ല 5 വക്തങ്ങൾ ഞങ്ങളുടെ മതത്തിൽ 5 വക്താണ് നിസ്കാരം. ആ 5 വക്തിൽ കൈയും കാലും മുഖമെല്ലാം വൃത്തിയാക്കി നമസ്കരിക്കുന്നു, പടച്ചവനായിട്ട് ദൈവമായിട്ട് അടുക്കുന്നു. ആ മനസ്സ് എല്ലാം അവൻ്റെ അസുഖങ്ങൾ മാറ്റാനുള്ള ഒരു ആണ്. പല ഹിന്ദു സഹോദരന്മാരും ഇതര മതത്തിൽ സഹോദരന്മാരും ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഇവിടെ കൊട്ടിലങ്ങാട് സ്ഥലത്ത് ഇഫ്താറിൽ ഡോക്ടർ അനീസ് അദ്ദേഹം അവിടെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തും അതുമാതിരി പല ഹിന്ദു സഹോദരന്മാർ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ. അപ്പം അത് തടിക്കുള്ള ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം തന്നത്. ഒരു കൊല്ലത്തിൽ 1 മാസം നോമ്പെടുത്താൽ അവൻ്റെ കൊളസ്ട്രോളും അവൻ്റെ പല ചില സൂക്കേടുകളും മാറാന്നൊക്കത്തെ ഉള്ള ഒരു കൂടിയാണ് റംസാൻ. ഒരു മാസത്തിലെടുക്കുന്ന ആ ഒരു വ്രതാനുഷ്ഠാനം അത് പിന്നെ തുടർന്ന് അങ്ങോട്ട് അത് അതേ രീതിയിൽ തുടരാൻ ഒരുപക്ഷെ നമ്മുടെ മനസ്സും ആ രീതിയിലേക്ക് ഒരു പാകപ്പെടുത്തിയെടുക്കാൻ പ്രചോദനമാകുന്നില്ല, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച്. ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഞങ്ങൾ ഗ്രന്ഥത്തിലും 1 മാസമേ നിർബന്ധമുള്ളൂ. ബാക്കി ആർക്ക് വേണമെങ്കിലും എടുക്കാം. നോമ്പ് എടുക്കാം. നിർബന്ധമായിട്ടും ഒരു കൊല്ലം ഇപ്പോൾ എടുക്കുന്ന ആൾ കണ്ടിന്യൂ എടുക്കുന്ന ആളുണ്ട്, 1 മാസം എടുക്കുന്ന ആളുണ്ട്, മാസത്തിൽ 2 പ്രാവശ്യം എടുക്കുന്ന ആളുണ്ട്, കൊല്ലത്തിൽ എടുക്കുന്ന ആളുണ്ട്, ഒരാഴ്ചയിൽ 2 എടുക്കുന്ന ആളുണ്ട്, വ്യാഴം തിങ്കൾ എങ്ങനെ എടുക്കുന്ന ആൾ. ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന്. അവനിക്ക് മനസ്സിലാകും അത് ആരോഗ്യം എങ്ങനെയാണ് അതിനെ കൊണ്ട് ഗുണം കിട്ടുന്നത്. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉന്മേഷമാണ്. അത് നിർബന്ധമില്ല ഞങ്ങളുടെ സമുദായത്തിൽ. ഏറ്റവും സുശക്തമായൊരു സംഘടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത്. കാരണം ഒട്ടനവധി മഹല്ല് ജമാഅത്തുകളുടെ നിയന്ത്രണമുള്ള കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് ചുരുക്കി വിശദീകരിക്കാം. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 37 വർഷത്തോളമായി ഇവിടെ ഈ ജമാഅത്ത് നിലവിൽ വന്നിട്ട് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ 10 കൊല്ലത്തോളമായി അതിൻ്റെ 10 കൊല്ലത്തിൽ കൂടുതലായി ഇതിൻ്റെ പ്രസിഡന്റ് നിലയിൽ ഞാനിവിടെ പ്രവർത്തിക്കുകയാണ്. കാരണം ഈ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്താണ് കേരളത്തിൽ തന്നെ ആദ്യമായി ഇവിടെ നിലവിൽ ഉണ്ടായത്. അതിന് മഹാനായ പല നേതാക്കന്മാരും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ആദ്യമായി ഖാദി PA ഉസ്താദ്, പിന്നെ ആറ്റക്കോയ തങ്ങൾ, അതുമാതിരി മുൻ പ്രസിഡന്റ് ആയി അവിടെ MB മൂസ, ശ്രമു രവി, മരണപ്പെട്ട മർഹൂം MB മൂസ, MB UV മൊയ്ത്, പല ആൾക്കാരും മാട്ടുമൽ മുഹമ്മദ് ആയി. ഇതിനുശേഷമാണ് ഞാൻ അവിടെ പ്രസിഡൻ്റായി ഇരിക്കുന്നത്. കാരണം ഏറ്റവും നല്ലൊരു മാതൃകയാണ് അത്. ആ മാതൃകയിൽ നിന്ന് അന്ന് ഇത്രയൊന്നും വിഷമം ഉണ്ടാവാത്തൊരു ഘട്ടത്തിലായിരുന്നു. ഇന്ന് വളരെയധികം സാമുദായികമായും മറ്റുള്ള പ്രശ്നം ഇവിടെ നടമാടുന്ന ആ ടൈമിലാണ് ഇതിൻ്റെ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട്. കാരണം ഇന്നത്തെ കാഞ്ഞങ്ങാട് സംയുക്ത ബഹുമാനായ ഖാദി ഏറ്റവും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹവും എന്നും ഞങ്ങളുടെ കൂടെ മതമൈത്രിക്ക് വേണ്ടിയാണ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് വന്നതിന് ശേഷം പല കാര്യങ്ങളും ഇവിടെ ജനങ്ങളായി അടുക്കാൻ സാധിക്കുന്നു. ഞങ്ങൾ ഈദ് വരുമ്പോൾ, റംസാൻ പെരുന്നാൾ വരുമ്പോൾ ആദ്യമായി, അല്ല മറ്റുള്ള വിശേഷങ്ങളിൽ വരുമ്പോൾ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ ഒരു
കാലി അടക്കമുള്ള ഒരു പത്രദ്വാരത്തിൽ കണ്ടിട്ടുണ്ടാകും. ഇവിടെ കുഴപ്പങ്ങളുണ്ടാക്കരുത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ആവശ്യങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ ചട്ടക്കൂട്ടിലിരുന്ന് ആയിരിക്കണം എന്നുള്ള സർക്കുലർ അയക്കും. ആ സർക്കുലറും പത്രദ്വാരയും അറിയിക്കും. അത് നന്നായി തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാഞ്ഞങ്ങാട് ജമാഅത്തിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ആദ്യമായി പറഞ്ഞു, എന്ത് പ്രശ്നം ഇടുമ്പോൾ അന്നെ അപ്പോൾ പെട്ട് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇതര സമുദായ സംഘടനകളുമായി സംസാരിച്ച് ഒരു കോടതി പോലെ തീർക്കാൻ പറ്റുന്ന എല്ലാവിധ സംഗതികളും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ സ്ഥാനത്ത് അറിയപ്പെടുന്ന സംയുക്ത ജമാഅത്താണ്. ഈ മാതൃക തുടർന്നുകൊണ്ടിരിക്കാൻ പല ജമാഅത്തുകളും മുമ്പോട്ട് വന്നിരിക്കുകയാണ്. 72ഓളം ജമാഅത്തുള്ള മഹല്ലിൽ കാഞ്ഞങ്ങാട് പ്രദേശത്ത് വളരെ ഒരു അസ്വസ്ഥയുമില്ലാതെ ഇതര മതസ്ഥകരമായി ഇപ്പോഴും മതസ്ഥമായി നല്ലൊരു അഭിപ്രായത്തിലാണ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, പഴയ കാലത്ത് പല അമ്പലങ്ങളിലും അതുപോലെ ചർച്ചകളും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളും അവിടെ ഒരു ആചാരങ്ങളുണ്ടപ്പോൾ അവരെ സൗഹാർദ്ദമായി ക്ഷണിക്കുകയും ആ അമ്പലത്തിലേക്കും മറ്റും ഘോഷയാത്രയും കാണിക്കയും എല്ലാം കൊണ്ടുപോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം ഈ സാമൂഹിക തുറകളും മറ്റും തീവ്രമായി വിശ്വസിക്കുന്ന കാലത്ത് കുറഞ്ഞു വന്നിരിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് തിരിച്ച് വന്നിരിക്കുകയാണ്. 2 കൊല്ലത്തിൻ്റെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ പഴയ ഇതിലേക്ക് ജനങ്ങൾ തിരിച്ചു വരാനും അതിനുള്ള ഒരു വഴി കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്താണ് അതിന് മാതൃക കാട്ടിയത്. ഇപ്പോൾ തന്നെ അറിയാം, മാണിക്കോത്ത് അമ്പലത്തിൽ 150 ദിവസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ രക്ഷാധികാരി അതുമാതിരി ഇവിടെ ചാവണ്ടി ഗോതമ്പ് നടക്കുമ്പോൾ അങ്ങോട്ടും അതുമാതിരി മുസ്ലിം സമുദായത്തിൻ്റെ പലതും നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആ പടി തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇത്. അപ്പം മതം തമ്മിൽ ഒരു അഭിപ്രായമായിട്ട് ഐക്യപ്പെടുത്തുന്നു. മതം ആർക്കും ഒരു തെറ്റിദ്ധാരണ പരത്തുന്നില്ല. മനസ്സും ജനങ്ങളും നന്നായാൽ എല്ലാം നന്നായി. മതത്തിന് യാതൊരു തകരാറും ഇവിടെ ഇല്ല. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് എത്തിക്കൊണ്ട് പോകുന്നത്. ഞാൻ ചോദിച്ചു, ഇതര സമുദായത്തിൽപ്പെട്ട മറ്റുള്ള സമുദായത്തോട് നിങ്ങൾക്കും ഒരു ഇതുമാതിരിയുള്ളവർ ഉണ്ടായിക്കൂടുന്നു. അത് പല ഒന്നിച്ചു കൊണ്ടുപോകാനുള്ളൊരു വിഷമം ഉണ്ട്. അതാത് സംഘടനകൾ നടത്തിക്കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ മാതിരി ഒത്തൊരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് കേട്ടത്. ഒരുപക്ഷെ ഏറ്റവും വലിയ മഹത്തായ റംസാൻ സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ജനാബ് മെട്രോ മുഹമ്മദ് ഹാജി നൽകിയിരിക്കുന്നത്. തീർച്ചയായും പഴയ കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും തോളോട് തോൾ ചേർന്ന് എല്ലാവരും പരസ്പരം ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ എല്ലാവരും പരസ്പരം പങ്കുകൊണ്ട് സഹകരിച്ച് വളരെയധികം സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പുതിയ തലമുറയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന് സാധിക്കുന്നു. ഒരുപക്ഷെ അത് ഏറ്റവും മഹത്തായ റംസാൻ ഉദ്ബോധിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രമാണവും അതുതന്നെയാണ്. സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം അതുതന്നെയാണ് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തും പകർന്നു നൽകുന്നത്. അതിൻ്റെ അമരത്ത് നിലകൊള്ളുന്ന പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ജനാബ് മെട്രോ മുഹമ്മദ് ഹാജിക്ക് ഈ സംവാദത്തിൽ സംബന്ധിച്ചതിന്, ഞങ്ങളോടൊപ്പം അതിഥിയായി ഈ സംവാദത്തിൽ സംബന്ധിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം റംസാൻ ആശംസകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു